നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുക്കവേ നിർണായക പ്രഖ്യാപനങ്ങളുമായി സംസ്ഥാന സർക്കാർ. PSCക്ക് അപേക്ഷിക്കാനുള്ള നിലവിലെ പ്രായപരിധിയിൽ 4 വർഷത്തെ വർധനവ് വരുത്തിയതാണ് സുപ്രധാന തീരുമാനം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായക തീരുമാനമുണ്ടായത്. ജനറൽ വിഭാഗത്തിന് നിലവിലുള്ള പ്രായപരിധി 36 എന്നത് 40 ഉയർത്തി. പ്രായപരിധിയിൽ ഇളവ് ലഭ്യമായ മറ്റ് വിഭാഗക്കാർക്കും തതുല്യമായ വർധനവ് ലഭ്യമാകും. SC/ST വിഭാഗത്തിന് 45 വയസ്സായും OBC വിഭാഗത്തിന് 43 വയസ്സായിട്ടുമാണ് ഉയർത്തിയിരിക്കുന്നത്. PSC അപേക്ഷിക്കാനുള്ള പ്രായപരിധി കൂട്ടി യുവതിയുവാക്കളെ കയ്യിലെടുക്കാനുള്ള ശ്രമം കൂടിയാണ് സർക്കാർ നടത്തുന്നത്. ഉദ്യോഗാർത്ഥികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ നിലവിൽ വരുമ്പോൾ 56 വയസ്സായിരുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം. PSC വഴി അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 36 വയസ്സും. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം 2013 ഏപ്രിൽ 1 ശേഷം നിയമിതരാകുന്ന ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 60 വയസ്സായി വർദ്ധിപ്പിച്ചിരുന്നു. അതേസമയം തെലങ്കാന 46 വയസ്സ്, ഗോവ 45 വയസ്സ്, ആന്ധ്രാപ്രദേശ് 42, ഒഡീഷ 42, ഹരിയാന 42, ഉത്തരാഖണ്ഡ് 42, ഛത്തീസ്ഗഡ് 40, മധ്യപ്രദേശ് 40, ഉത്തർപ്രദേശ് 40 എന്നിങ്ങനെയാണ് പ്രായപരിധി. അതേസമയം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ മറ്റ് സുപ്രധാന തീരുമാനങ്ങൾ ഇവയാണ്. വീടുകളുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് സമഗ്ര ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയാണ് അതിലൊന്ന്. പ്രകൃതി ദുരന്തങ്ങൾ കാരണം വാസസ്ഥലങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്ന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാനത്ത് സമഗ്ര ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നു. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിക്ക് മന്ത്രിസഭാ തത്വത്തിൽ അംഗീകാരം നൽകി. നിശ്ചിത പ്രദേശത്തെ നിർണ്ണയിക്കപ്പെട്ട തോതിനേക്കാൾ ഉയർന്ന ദുരന്ത പ്രതിഭാസങ്ങൾ ഉണ്ടായാൽ സംസ്ഥാനത്തിന് ഉടൻ നഷ്ടപരിഹാരം ലഭിക്കും. നിശ്ചിത പ്രദേശത്തെ നിർണ്ണയിക്കപ്പെട്ട തോതിനേക്കാൾ ഉയർന്ന ദുരന്ത പ്രതിഭാസങ്ങൾ ഉണ്ടായാൽ ഉടൻ നഷ്ടപരിഹാരം ലഭിക്കും. ഓരോ വീടിനും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പ്രത്യേകമായി വിലയിരുത്തേണ്ടതില്ല. പണം ആദ്യം സർക്കാരിന് ലഭിക്കും. അത് നിർണ്ണയിക്കപ്പെട്ട SOP പ്രകാരം ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഉപയോഗിക്കും. സംസ്ഥാനം ഒരു ദശാബ്ദമായി പ്രകൃതി ദുരിതാശ്വാസത്തിന് മുടക്കിയ ആകെ തുകയുടെ ശരാശരിയാണ് കവറേജ്. 5 വർഷത്തേക്കാണ് ഇൻഷുറൻസ് കാലാവധി. മൊത്തം കവറേജിന്റെ 3% മുതൽ 8% വരെ. നിശ്ചിത പ്രദേശത്തെ നിർണ്ണയിക്കപ്പെട്ട തോതിനേക്കാൾ ഉയർന്ന ദുരന്ത പ്രതിഭാസങ്ങൾ ഉണ്ടായാൽ ആ പ്രദേശത്തെ BPL കുടുംബങ്ങളുടെ വീടുടമയ്ക്ക് നഷ്ടപരിഹാരം ലഭിക്കും. വീടിന്റെ നിലവിലെ അവസ്ഥ, ഗൃഹോപകരണങ്ങൾ, കുടുംബാംഗങ്ങളുടെ എണ്ണം തുടങ്ങിയ വിവരങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശേഖരിക്കുകയും കമ്പനി ആവശ്യമെങ്കിൽ റാൻഡം പരിശോധന നടത്തി ബോധ്യപ്പെടുകയും ചെയ്യും. അതേസമയം ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടും തത്വത്തിൽ അംഗീകരിച്ചു. റിപ്പോർട്ട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതിനകം തീരുമാനം കൈക്കൊണ്ട ശുപാർശകൾക്ക് പുറമെ 32 എണ്ണത്തിൽ കൂടി ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു. 1947 മുൻപ് ലത്തീൻ കത്തോലിക്ക വിശ്വാസികളായി ചേർന്നവർക്കും അവരുടെ പിൻതലമുറക്കാർക്കും മാത്രമേ ലത്തീൻ കത്തോലിക്ക സമുദായ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അർഹതയുള്ളൂ എന്ന നിബന്ധന അശാസ്ത്രീയമായതിനാൽ ബന്ധപ്പെട്ട ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് റവന്യൂ അധികാരികളുടെ അന്വേഷണത്തിന് സഹായകരമായ ഒരു രേഖയായി പരിഗണിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസർ നടത്തുന്ന പ്രാദേശിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതി സമുദായ സർട്ടിഫിക്കറ്റ് അനുവദിക്കാമെന്നും 1947 എന്ന വർഷം ജാതി അല്ലെങ്കിൽ സമുദായ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള മാനദണ്ഡമായി പരിഗണിക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചു. ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 ആക്കി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഗവൺമെന്റ് ഗ്രാന്റായി ഓർഫനേജുകൾക്കും അന്തേവാസികൾക്കും നൽകി വന്ന തുക ആനുപാതികമായി വർദ്ധിപ്പിച്ച് 1100 രൂപയിൽ നിന്ന് 1375 രൂപയിലേക്ക് ഉയർത്തി. OEC ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനാൽ ജാതി അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന സ്റ്റൈപ്പൻഡും ലംസം ഗ്രാന്റും സ്കോളർഷിപ്പ് അല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കും. ഭാവിയിൽ ആരംഭിക്കുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിനും മത അധിഷ്ഠിത പേര് നൽകാൻ പാടില്ല. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, ബാങ്കിംഗ് സർവീസ് കമ്മീഷൻ എന്നീ ഏജൻസികൾ നടത്തുന്ന മത്സര പരീക്ഷകൾക്കും വിവിധ കോഴ്സുകൾക്കുള്ള പ്രവേശന പരീക്ഷകൾ മുതലായവയ്ക്ക് സൗജന്യ പരിശീലനം നൽകുന്ന ട്രെയിനിംഗ് സെന്ററുകളുണ്ട്. ധാരാളം കുടിയേറ്റ കർഷകരുള്ള മലയോര പ്രദേശമായ കണ്ണൂരും ഇടുക്കിയിലും കോട്ടയം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലും ധാരാളം മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന എറണാകുളത്തും തിരുവനന്തപുരത്തുമുള്ള തീരപ്രദേശങ്ങളിലും ഇത്തരം ട്രെയിനിംഗ് ഉപകേന്ദ്രങ്ങളും സ്ഥാപിക്കും.